നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിസർച്ച് സ്റ്റഡിയിൽ ഫേസ്ബുക്കിൽ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇമ്പൾസീവ് ഡിസിഷൻസ് എടുക്കുന്നതെന്ന് അവർ അനലൈസ് ചെയ്തു. ആദ്യം ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഫേസ്ബുക്കിൽ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ചില സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽപ്പെട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്ന് കാണാം. ഏതൊക്കെയാണ് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അറിയണ്ടേ? എങ്ങനെ അവ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നും നമുക്ക് നോക്കാം. ആദ്യമായി ഈ റിസർച്ച് സ്റ്റഡിയുടെ കീ ഫൈൻഡിങ്സ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ ഇമ്പൾസീവ് ബൈയിങ്ങിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നും കാണാം. ഒന്നാമത്തെ കീ ഫൈൻഡിങ്സ് സ്കാർസിറ്റി എഫക്റ്റ്. ഇത് പറയുന്നത് ലിമിറ്റഡ് ടൈം ഓഫർ അല്ലെങ്കിൽ ഓൺലി വൺ ലെഫ്റ്റ് ഇൻ സ്റ്റോക്ക് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് വാങ്ങാൻ തോന്നുന്നു എന്നാണ്. ഉദാഹരണത്തിന് ഫേസ്ബുക്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുന്നത് കണ്ടാൽ ഓൺലി വൺ ലെഫ്റ്റ് എന്ന് കാണുമ്പോൾ ഇത് വാങ്ങണം അല്ലെങ്കിൽ മിസ്സാകും എന്ന് നമുക്ക് തോന്നും. ഇത് നമ്മെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തത് സോഷ്യൽ പ്രൂഫ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നമ്മളും അതുപോലെ ബിഹേവ് ചെയ്യുന്നു എന്നാണ്. ഉദാഹരണത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് ഐറ്റം 50 പീപ്പിൾ ലൈക്ക് അല്ലെങ്കിൽ 50 പീപ്പിൾ ഇൻട്രസ്റ്റഡ് എന്നൊക്കെ കാണുമ്പോൾ ഇത് നല്ലൊരു ഡീലാണെന്നും അതുകൊണ്ട് എനിക്കും ഇത് വാങ്ങണമെന്നും തോന്നും. 3. ഇമോഷണൽ ട്രിഗേഴ്സ്. പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് റിസർച്ചിൽ കണ്ടത്. ഉദാഹരണത്തിന് ഒരു ബാഡ് ഡേ ആയിരിക്കുമ്പോൾ ഇത് വാങ്ങിയാൽ മൂഡ് ബെറ്റർ ആകും എന്ന് നമുക്ക് തോന്നും. ഇത് നമ്മെ പെട്ടെന്ന് കുറേ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു. നാലാമത്തത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലെങ്കിൽ ഫോമോ.